ഇന്നലെ രാത്രി കേരള തീരത്ത് മറിഞ്ഞ കപ്പലിലെ ഒരു കണ്ടെയ്നർ കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ തീരത്ത് അടിയുകയായിരുന്നു. ആ കണ്ടെയ്നറിൽ ഒന്നും ഇല്ല, അകം ശൂന്യമാണ്. അതിന്റെ ഡോറുകൾ തുറന്ന നിലയിലായിരുന്നു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. സുജിത് സുരേന്ദ്രൻ കൊല്ലം ചെറിയഴീക്കലിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്ത്, ഇന്നിപ്പോൾ കണ്ടെയ്നർ മാറ്റാനുള്ള നടപടികളുണ്ടാകും. അത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പൂർത്തിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജനങ്ങൾക്ക് വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടെയ്നർ കാലിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ആശങ്കയ്ക്ക് പ്രസക്തിയില്ല എന്നാണ് ബന്ധപ്പെട്ടവരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി ഇന്നത്തെ ഈ കണ്ടെയ്നർ മാറ്റാനുള്ള നടപടികൾ ഏത് തരത്തിലായിരിക്കും അമൽ? സുജിത് സുരേന്ദ്രനാണ് ആദ്യം ചേരുന്നത്. സുജിത്ത്, ഇപ്പോൾ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. ഇത് കാലിയാണ് എന്ന ഇത് ഇന്നലെ തന്നെ ഇത് എത്തിയപ്പോൾ വലിയ ആശങ്ക ഇവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ ഉണ്ടായിരുന്നു, അധികൃതർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് കാലിയാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ആശങ്ക പാതിയോളം ഒഴിഞ്ഞത്. എങ്കിലും ഇതിനുള്ളിലുള്ള സാധനം എന്തായിരുന്നു എന്നൊക്കെ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ അതിൽ ഉള്ളിലുണ്ടായിരുന്നവ ഈ കടലിലേക്ക് പതിച്ചോ അതോ ഇത് കടലിൽ ഏതെങ്കിലും തരത്തിൽ പാറ ഇടുക്കിലേക്കൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തും. ഒപ്പം തന്നെ ഈ കണ്ടെയ്നർ ഇവിടെ നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഈ സമയം കടൽ താഴ്ന്നു നിൽക്കുന്ന കടലേറ്റം ഒരു കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണങ്ങളാണ് അധികൃതർ നടത്തുന്നത്. ഇന്ന് 12 മണിക്ക് മുമ്പായി തന്നെ ഇവയൊക്കെ തന്നെ ഇവിടെ നിന്നും നീക്കം ചെയ്യുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇന്നലെ കളക്ടറും ഇക്കാര്യങ്ങൾ തന്നെയാണ് ഈ രീതിയിൽ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. എത്രയും വേഗം ഇത് മാറ്റുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ അധികൃതർ നടത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ സംവിധാനങ്ങൾ, അതിനുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കും. ഇവിടെ മറ്റ് ഹിറ്റാച്ചി, ക്രെയിൻ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തും. ഇത് കരയ്ക്ക് ഈ പാറക്കൂട്ടത്തിൽ നിന്നും പുറത്തേക്കെടുക്കും. പുറത്തേക്കെടുത്ത് ഇത് എവിടേക്ക് നീക്കം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇത് എവിടേക്കാകും മാറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഇത് ഇവിടെ നിന്ന് നീക്കം ചെയ്യും. അതിനു മുൻപായി കസ്റ്റംസ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെ നിരവധി ഇതിന്റെ വിദഗ്ധ സംഘങ്ങൾ എത്തേണ്ടതുണ്ട്. ഇതിൽ എന്തായിരുന്നു എന്നത് അടക്കം അറിയണമെങ്കിൽ അവരുടെ പരിശോധന ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ എത്തും. നിലവിൽ ഇപ്പോൾ ഈ കണ്ടെയ്നർ പകുതിയോളം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഒരു വശം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതിനുള്ളിലൂടെ തിരമാലകൾ ഉള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ്. കടൽ വെള്ളം ഇതിനുള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ശൂന്യമായ ഒരു കണ്ടെയ്നറാണ്. അത് ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല, ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. ഇതിനുള്ളിലേക്ക് മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ സംഘങ്ങൾ എത്തി ഇതിനകത്ത് പരിശോധന നടത്തിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇത് ഇവിടെ നിന്ന് നീക്കം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മിത. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കടലിൽ ഒഴുകിയ കണ്ടെയ്നറുകൾ കരയ്ക്കടിയാൻ സാധ്യതയുള്ള തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ടായിരുന്നു. അത് കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ, തിരുവനന്തപുരം, എറണാകുളം തീരത്തുമുണ്ടായിരുന്നു. ഒപ്പം തന്നെ കേരള തീരത്ത് മുഴുവൻ ഒരു ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ നൽകിയിരുന്നു. തീരത്തുള്ളവർ മീൻ പിടിക്കാൻ പോകരുത്. എന്തെങ്കിലും ഈ കടലിൽ ഉള്ള കണ്ടെയ്നറുകൾ, അതുപോലെ അതിലുണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വസ്തുക്കളാണ് എന്ന് സംശയകരമായ രീതിയിൽ കണ്ടാൽ പോലും ഉടൻ തന്നെ വിവരം അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറുകൾ നൽകിയിരുന്നു. അതിൽ അപകടകരമായ വസ്തുക്കൾ ഒരു 13 കണ്ടെയ്നറുകൾ അതിലുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അത്രയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിപ്പോൾ അതിലൊരു കണ്ടെയ്നർ അത് കരുനാഗപ്പള്ളിയിലെ ചെറിയഴീക്കൽ തീരത്ത് അടിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി വലിയ ശബ്ദം കേട്ടതോടെ പ്രദേശത്തുള്ളവർ നോക്കുകയായിരുന്നു. അപ്പോൾ ഈ കണ്ടെയ്നർ കരയ്ക്കടിഞ്ഞതായി കാണുന്നു. അവർ ഉടൻ തന്നെ പ്രദേശത്തുള്ള പഞ്ചായത്ത് അധികൃതരെ സുജിത് സുരേന്ദ്രൻ തുടരുന്നുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു എന്നുള്ള ഒരു വിവരവും വരുന്നുണ്ട്. സുജിത്ത്, കൂടുതൽ കണ്ടെയ്നറുകൾ ഉണ്ടോ? അത്തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതെ സ്മിത, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കൊല്ലം ചവറ പരിമണത്ത് 2 കണ്ടെയ്നറുകൾ കൂടി കരക്കടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ചവറ പരിമണത്താണ് ഈ 2 കണ്ടെയ്നറുകൾ എത്തിയിട്ടുള്ളതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 13 കണ്ടെയ്നറുകളാണ് കടലിൽ ഒഴുകി നടക്കുന്നത്. അതിലെ ഒരു കണ്ടെയ്നറാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളത്. അതായത് ചെറിയഴീക്കൽ CFI ഗ്രൗണ്ടിന് സമീപത്തായി വന്നടിഞ്ഞത്. ഇതിനുശേഷം ഇപ്പോൾ ചവറ ഇതിന് ഒട്ടും
അകലെയല്ലാതെ കുറച്ച് മാറി ചവറ പരിമണം ഭാഗത്ത് 2 കണ്ടെയ്നറുകൾ കൂടി എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പുതിയ വാർത്തയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ സംഘം അവിടേക്ക് എത്തിച്ചേരുമ്പോൾ ഈ വാർത്ത കൃത്യമാണോ എന്നുള്ള കാര്യം നമ്മൾ അറിയും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ചവറ പരിമണത്ത് 2 കണ്ടെയ്നറുകൾ കൂടി കരക്കടിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് ആ കണ്ടെയ്നറുകൾ കാലിയാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത്. അതിപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. ഇങ്ങനെ ഇപ്പോൾ അങ്ങനെ 3 കണ്ടെയ്നറുകളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. അതിലെ 1 പൂർണ്ണമായും ശൂന്യമാണ്. ഭയപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. അതുകൊണ്ട് ചെറിയഴീക്കൽ നിവാസികളുടെ ആശങ്ക അകന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ചവറ പരിമണത്ത് മറ്റ് 2 കണ്ടെയ്നറുകൾ കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. സുഹിത്ത്, ഈ ചവറയിലെ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ആരുടെ ശ്രദ്ധയിലാണ് ഇത് പെടുന്നത്? വലിയഴിക്കലേതുപോലെ തന്നെ അവിടെ നാട്ടുകാരുടെ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ട് വിവരം അറിയിക്കുകയായിരുന്നു. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് സുഹിത്ത്? അതെ റിജിത്ത്, അവിടെ പ്രദേശവാസികൾ ഇപ്പോൾ രാവിലെ അവിടുത്തെ പ്രദേശവാസികളുടെ ശ്രദ്ധയിലാണ് ഇത്തരത്തിൽ 2 കണ്ടെയ്നറുകൾ കൂടി ദൃശ്യമായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അവിടേക്ക് എത്തിയാൽ മാത്രമാകും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. എന്തായാലും ഇപ്പോൾ 2 കണ്ടെയ്നറുകൾ കൂടി എത്തിയിരിക്കുന്നു, കരക്കടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ 3 കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത് വിവിധ ഭാഗങ്ങളിലായി കാണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. റിജിത്ത്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ കണ്ടെയ്നർ, ഇത് ചെറിയഴീക്കലിലുള്ള കണ്ടെയ്നർ, അത് തുറന്ന നിലയിലാണ്, അതിൻ്റെ അകം ശൂന്യമാണ്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു യോഗം, അതിനുശേഷം അറിയിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും സംശയകരമായ രീതിയിൽ കണ്ടാൽ അത് അടുത്തു നിന്ന് മാറി നിൽക്കണം, 200 മീറ്ററെങ്കിലും ദൂരെ മാറി നിൽക്കണം, തൊടരുത്. ഏതെങ്കിലും വസ്തുക്കൾ കണ്ടാൽ, അത് എണ്ണപ്പാട പോലെയുള്ളതോ അങ്ങനെ നമുക്ക് സാധാരണ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ അതിൽ തൊടാൻ ശ്രമിക്കരുത്. കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണം. ഇപ്പോൾ ഈ കണ്ടെയ്നർ അത് ശൂന്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ആശങ്കയില്ല. പക്ഷേ 2 കണ്ടെയ്നറുകൾ ഇപ്പോൾ പരിമളം തീരത്ത് അടിഞ്ഞിരിക്കുന്നു എന്ന വിവരം വരുന്നു. അത് തുറന്ന നിലയിലാണോ, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം, അതെല്ലാം തന്നെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരള തീരത്ത് മീൻപിടിക്കാൻ പോകുന്നവർ ഉൾപ്പെടെ അത് വളരെയധികം കരുതലോടെ വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഈ ജാഗ്രതാ നിർദ്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇന്നലെ മുതൽ വലിയൊരു ടീം, റാപ്പിഡ് റെസ്പോൺസ് ടീം തന്നെ ഇതിനായി അവിടെ തയ്യാറായിട്ടുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ അതിന് വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനായി. ഇനിയിപ്പോൾ ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് മാറ്റുക, അത് നേരത്തെ സുജിത്ത് പറയുകയായിരുന്നു, കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരുപക്ഷെ കടൽ ഇങ്ങനെ ആകണമെന്നില്ല. കടൽ ക്ഷോഭിച്ചാൽ, കടൽ കയറി വന്നാൽ പിന്നെ കണ്ടെയ്നർ വീണ്ടും ഒഴുകി നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റംസ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കണ്ടെയ്നർ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള അതിനുള്ള നടപടികളാണ് തുടങ്ങുക. പരിമളം തീരത്ത് നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എത്തുന്നുണ്ടോ സുജിത്ത്? സ്മിത, അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ 2 കണ്ടെയ്നറുകൾ എത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ്. അത് തുറന്ന നിലയിലാണോ അതോ അത് ശൂന്യമാണോ എന്നൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യം അനുസരിച്ച് അവിടേക്ക് കൂടുതൽ സംഘങ്ങൾ എത്തുന്നു. ഇപ്പോൾ രാവിലെ തന്നെ എത്തുന്ന സംഘങ്ങൾ പലയിടങ്ങളിലായി എത്തും എന്നാണ്. വിദഗ്ധ സംഘങ്ങൾ പലയിടങ്ങളിലായി അത് പരിശോധന നടത്തും. അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസ് കടലിൽ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. ഇന്നലെ കടലിൽ നിന്നും കാണപ്പെട്ടത് ഒരൊറ്റ കണ്ടെയ്നർ മാത്രമായിരുന്നു അവർക്ക് നിരീക്ഷണത്തിൽ കാണാൻ സാധിച്ചത്. ആ കണ്ടെയ്നറാണ് ഈ കരക്കടിഞ്ഞിരിക്കുന്ന ഈ തുറന്ന കണ്ടെയ്നർ എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 കണ്ടെയ്നറുകൾ ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ തന്നെ അവിടെയും കൃത്യമായ നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഈ കണ്ടെയ്നറിന്റെ അടുക്കിലേക്ക് പോകരുത്. കാരണം വീര്യമേറിയ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളാകാം അതിനുള്ളിൽ. ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആളുകൾ ആരും തന്നെ അവിടേക്ക് പോകരുത് എന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ചവറ പരിമളത്തു നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളും വാർത്തകളും അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവിടുത്തെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. സ്മിത.
ശരി, സുയിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളി ചെറിയഴീക്കലിലാണ് ഇന്നലെ രാത്രി കണ്ടെയ്നർ അടിഞ്ഞത്. അതിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയില്ല എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു അപകട സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പിന് പിന്നാലെ വലിയ ആശങ്ക നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കണ്ടെയ്നർ ശൂന്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ യാതൊരു തരത്തിലുള്ള ആശങ്കയും ഇപ്പോഴില്ല. അത് കരയിലേക്ക് കയറ്റാനുള്ള, സുരക്ഷിതമായി മാറ്റാനുള്ള ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് തന്നെ അത് പൂർത്തിയാക്കാനാണ് അവരുടെ നീക്കം. പക്ഷേ ഇപ്പോൾ ചവറ പരിമണത്ത് 2 കണ്ടെയ്നറുകൾ കൂടി അടിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്താണ് ആ കണ്ടെയ്നറിലുള്ളത്? അതും ശൂന്യമാണോ, തുറന്ന നിലയിലാണോ, നാട്ടുകാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം സുജിത് സുരേന്ദ്രൻ കൂടുതലായി പങ്കുവയ്ക്കും. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ചെറിയഴീക്കലിൽ നിന്നുള്ളതാണ്. അവിടെ ഇന്നലെ രാത്രി അടിഞ്ഞ കണ്ടെയ്നർ, അതിൻ്റെ ദൃശ്യങ്ങളാണ്. കണ്ടെയ്നർ തീരത്തടിഞ്ഞതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ ഒഴുകിയിട്ടുണ്ട് എന്നറിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ തീരങ്ങളിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം, മത്സ്യത്തൊഴിലാളികൾക്കടക്കം ഒരു ജാഗ്രതാ നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിൽ അപകടകരമായ ചില വസ്തുക്കളുണ്ട്, ചില കണ്ടെയ്നറുകളിൽ അപകടകരമായ ചില വസ്തുക്കളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനടുത്തേക്ക് പോവുകയോ അതിനെ തൊടാൻ, സ്പർശിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. തുറക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. 112 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കണം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശം. ഇവിടെ ഇന്നലെ രാത്രി ഇങ്ങനെ വലിയ ശബ്ദത്തോടുകൂടി വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് ഈ ചെറിയഴീക്കലിലെ പ്രദേശവാസികളാണ് ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ചത്, പോലീസിനെ വിവരം അറിയിച്ചത്. പിന്നീട് അവർ സ്ഥലത്തെത്തി അതിൻ്റെ പരിശോധന നടത്തിയപ്പോൾ ഈ കണ്ടെയ്നർ തുറന്ന നിലയിലാണ്, അതിനകത്തൊന്നുമില്ല എന്ന് കണ്ടെത്തിയതോടുകൂടി പിന്നീട് ആശങ്കയ്ക്ക് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടത് ചവറയിൽ നിന്നാണ്, ചവറ പരിമണത്ത് നിന്നാണ്. അവിടെ 2 കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിഞ്ഞിട്ടുണ്ട്. അതിലെന്താണുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. സുയിത്ത് തുടരുന്നുണ്ട്. സുയിത്ത്, ചവറയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? സുയിത്ത്. ശ്രീജിത്ത്, ഇപ്പോഴും ചവറയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും കൂടുതലായി ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അവിടേക്ക് നമ്മുടെ യൂണിറ്റ് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ആ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ അഴീക്കലിലെ വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അഴീക്കലിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരും വിദഗ്ധ സംഘങ്ങളും എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 12 മണിക്ക് മുമ്പായി തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൂടുതൽ ആളുകളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശവാസികളും ഒപ്പം തന്നെ ഈ വിവരമറിഞ്ഞ നിരവധി ആളുകളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പ്രതികരിക്കാൻ തയ്യാറാകാതെ മാറിപ്പോകുന്നു. എങ്കിലും നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ തന്നെ വിവരമറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നു. അതുപോലെ തന്നെ കൂടുതൽ പോലീസും അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിന് പുറമെ ക്യാമ്പിലുള്ള പോലീസിനെയൊക്കെ തന്നെ ഇവിടേക്ക് കൊണ്ടുവരും. പ്രത്യേകിച്ച് ഈ പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ പോകാതിരിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിനുള്ള ബാരിക്കേഡുകളൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ സ്ഥാപിക്കും. വടം കെട്ടി ആളുകളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യും എന്നുള്ള, അതിനടുക്കിലേക്ക് പോകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും. ഒപ്പം തന്നെ സുഗമമായി ഇത് ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതിന് ആളുകൾ ഇവിടേക്ക് കൂടുതൽ തടിച്ചുകൂടിയാൽ അത് ബുദ്ധിമുട്ടാകും. മറ്റു ഏതെങ്കിലും തരത്തിലുള്ള അപായം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിക്കൊണ്ടാകും ഈ കണ്ടെയ്നർ ഇവിടെ നിന്നും നീക്കം ചെയ്യുക. ഈ നിലവിലെ ഈ കണ്ടെയ്നറിന്റെ ഒരു അവസ്ഥ, ഇത് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെ, ഭക്ഷണവും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സാധനങ്ങളും ഒക്കെ തന്നെ നീക്കം ചെയ്യുന്ന ഒരു കണ്ടെയ്നറാണ് എന്നാണ് നമുക്ക് ഇതിന്റെ എഴുത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള, നേരത്തെ സ്മിത പറഞ്ഞതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളോ ഒക്കെ തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും രാസപദാർത്ഥങ്ങളായിരുന്നോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. ആ ഗൗരവത്തിൽ തന്നെ അധികാരികൾ ഈ വിഷയത്തെ എടുത്തുകൊണ്ടാണ് ഇതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ വിദഗ്ധ സംഘങ്ങൾ ഇവിടേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ കണ്ടെയ്നർ ഇവിടെ നിന്നും നീക്കം ചെയ്യും. ഇപ്പോൾ കടൽ വളരെ ശാന്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാലാവസ്ഥ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഏത് നിമിഷവും കടൽ മാറാം, കടലേറ്റം രൂക്ഷമാകാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന്
പെട്ടെന്ന് ഇത് നീക്കം ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിനാണ് അധികൃതർ പ്രാധാന്യം നൽകുന്നത്. അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ശക്തമാകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഇവിടെ നിന്നും മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുജിത്ത് വിവരങ്ങൾ നൽകുന്നത് കരുനാഗപ്പള്ളിയിലെ ചെറിയഴീക്കൽ തീരത്ത്. അവിടെ കണ്ടെയ്നർ ഒരെണ്ണം ഇന്നലെ രാത്രി കണ്ടെയ്നർ തീരത്തടിഞ്ഞിരുന്നു. അതിന് സമീപത്താണ് ഇപ്പോൾ സുജിത് സുരേന്ദ്രനുള്ളത്. അതോടൊപ്പം തന്നെ പരിമളം തീരത്ത് 2 കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരവും വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്ത് അടിയാനുള്ള സാധ്യതയുണ്ട്.